ഇനി നമ്മൾ താരസംഘടനയായ അമ്മയിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ വീണ്ടും തൊഴിൽ പീഡന പരാതി ഉയരുന്നു. 8 മാസം ജോലിയിലുണ്ടായിരുന്ന യുവാവാണ് പരാതി നൽകിയത്. ഉണ്ണി ശിവപാൽ, കുക്കു പരമേശ്വരൻ എന്നിവർക്കെതിരെയാണ് പരാതി. ശമ്പളം അടക്കം തടഞ്ഞുവെച്ചുവെന്നാണ് ആരോപണം. ഇതേ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു ജീവനക്കാരിയും തൊഴിൽ പീഡന പരാതി നൽകിയിരുന്നു. പരാതികൾ ചർച്ച ചെയ്യാൻ അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. നവമി, ഈ യോഗം ആരംഭിച്ചോ? ഇങ്ങനെയൊരു സംഘടന, ആ സംഘടനയ്ക്ക് എന്തായാലും സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും ഉള്ള സംഘടനയല്ല. എന്തുകൊണ്ടാണ് ഈ തൊഴിൽ പീഡനം ഉൾപ്പെടെ അല്ലെങ്കിൽ ശമ്പളം നൽകുന്നില്ല എന്നതുൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, ഇതിപ്പോൾ രണ്ടാമത്തെ പരാതിയാണ് പോലീസിന് മുന്നിൽ എത്തുന്നത്. ഈ 2 പരാതിയിൽ പറയുന്നതും അമ്മ ഓഫീസിലെ തൊഴിൽ പീഡനമാണ്. ഇത് രണ്ടും തന്നെ ഫ്രണ്ട് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരാണ്. ഒന്ന് അതുല്യ, മറ്റൊന്ന് അപ്പു. ഇവർ രണ്ടുപേരുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരൻ അമ്മ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ചേരുന്ന കമ്മിറ്റിയിൽ പ്രധാനമായും ഈ 2 പരാതികൾ തന്നെയായിരിക്കും ഉയർന്നു കേൾക്കുന്നത്. ഈ 2 പരാതികളും ഈ പരാതി ആരോപണ വിധേയരായിട്ടുള്ളത് ഒന്ന് ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാലും മറ്റൊന്ന് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനുമാണ്. ഇരുവരും ചേർന്നാണ് ഈ രണ്ടുപേരുടെയും പരാതിയിൽ പറയുന്നത് ഇരുവരുമാണ് തങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ ജോലി സമ്മർദ്ദമാണ് നൽകുന്നത്. 9 മണി മുതൽ 5 മണി വരെയാണ് ജോലി സമയമെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടും രാത്രിയും 11, 12 മണിക്കും ഒക്കെ വിളിച്ച് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവധി ദിവസങ്ങളിൽ പോലും വിളിച്ചു വരുത്തി അവിടെ എത്തുന്ന താരങ്ങൾക്ക് ചായ ഇട്ട് കൊടുക്കാനും കോഫി ഇട്ട് കൊടുക്കാനും ആവശ്യപ്പെടുന്നു. ഒപ്പം ക്ലീനിങ് സ്റ്റാഫുകൾ ചെയ്യേണ്ട ബാത്റൂം ക്ലീനിങ് പോലും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നാണ് അതുല്യ ഇന്നലെ മാധ്യമങ്ങളോടായി പ്രതികരിച്ചത്. അപ്പുവിന്റെ പരാതിയിൽ പറയുന്നത് തന്റെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. യാതൊരു കാരണവും കൂടാതെയാണ് തന്നെ ഈ സ്റ്റാഫ് ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് പകരം പുതിയൊരാളെ എടുത്തത്. ശമ്പളം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത് നൽകുന്നില്ല. ഇതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ണി ശിവപാലും കുക്കു പരമേശ്വരനുമാണ് എന്നുകൂടി പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് ഇവരുടെ വിശദീകരണം കൂടി യോഗത്തിൽ കേൾക്കാനാണ് സാധ്യത. ഇന്നലെ കുക്കു പരമേശ്വരനുമായി വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഈ സ്റ്റാഫുകളുടെ ജോലി അത് കൃത്യമായിട്ട് അവർ ജോലി ചെയ്യാത്തത് കൊണ്ടാണ് പിരിച്ചുവിടുന്നത്. ഈ ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമയ്ക്കുന്നതാണ്. അത്തരത്തിൽ ഇവിടെ ഒരു തൊഴിൽ പീഡനം ഇല്ല എന്നൊരു വിശദീകരണമാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. പക്ഷെ ഉണ്ണി ശിവപാൽ വിദേശത്താണ്, അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് 2 ജീവനക്കാരും ഉന്നയിക്കുന്നത്. നോർത്ത് പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. നോർത്ത് പോലീസ് ഇന്നലെ തന്നെ അതുല്യയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതുല്യയുടെ പക്കലുള്ള തെളിവുകൾ, ഉണ്ണി ശിവപാലിനെതിരായിട്ടുള്ള തെളിവുകളും പോലീസിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇന്നലെ ഈ 2 പരാതിക്കാരും പറയുന്നത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ ഇക്കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ശ്വേതാ മേനോനോട് പറയരുതെന്ന് കുക്കു പരമേശ്വരൻ ഭീഷണിപ്പെടുത്തി എന്ന് കൂടിയാണ് പറയുന്നത്. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ ഇക്കാര്യങ്ങളെല്ലാം ഇതിന്റെ ഒരു വിശദീകരണം തേടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർച്ചയായ പരാതികൾ ഉയർന്നു വരുന്നു. എന്ത് പശ്ചാത്തലത്തിലാണ് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നത്? ഈ പരാതിയുടെ ഉള്ളടക്കം, പരാതിയിലെ വസ്തുത, ഇതെല്ലാം തീർച്ചയായും താരസംഘടന ചർച്ച ചെയ്യുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.